ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. കോജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിസംഭൂതൻ രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 148 ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 40 സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ പറഞ്ഞത് ഹനുമാൻ സീതയെ കണ്ടെത്തിയതും സീതയായി സംസാരിച്ചതും സീതയിൽ നിന്ന് അടയാളവാക്യവും ചൂടാമണിയും സ്വീകരിച്ചതൊക്കെ പറഞ്ഞു. സീതയെ സമാധാനിപ്പിച്ചു. ഹനുമാൻ തിരിച്ച് ഉള്ള യാത്രയ്ക്ക് ഒരുങ്ങാൻ. അങ്ങനെ ഉള്ള സമയത്ത് പിന്നീട് ഹനുമാൻ എന്ത് ചെയ്തു എന്ന് സതവാഗ്ഭി പ്രശസ്താവിൻ ഗമിഷ്യൻ പൂജിതസ്തയാ. ആ സീതയാൽ പൂജിക്കപ്പെട്ടവനായ സീതയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ചിന്തയാമാസവാനുഗ്രഹ. തിരിച്ചു വരാറായപ്പോൾ കടൽ ചാടിക്കടന്ന് ഇക്കരയ്ക്ക് അക്കരയ്ക്ക് തന്നെ പോകേണ്ടതാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്താ വിചാരിച്ചത്? അല്പശേഷം ഇതം കാര്യം ദൃഷ്ടയം സീതേക്ഷണ. ഞാൻ ഈ സീതയെ കണ്ടു, കാര്യങ്ങളൊക്കെ, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് തോന്നിയതാണ്. എന്താ തോന്നാൻ കാരണം? താനിവിടെ വന്നിട്ട് ആരും അറിയാതെ, സീത അറിഞ്ഞു മാത്രമേ ഉള്ളൂ, കുറച്ച് രാക്ഷസികൾ കണ്ടു. തിരിച്ചു പോകുന്നതിനേക്കാൾ യോഗ്യതയുള്ളത് ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊന്നും വിരുദ്ധമാവാത്ത വിധത്തിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് തോന്നി. കളിപ്പാട്ടിൽ കാണാം, അപരമൊരു കാര്യവും യാതൊരുമോട്ടേതാണ്. വേറൊരു കാര്യം കൂടി ചെയ്യണം. കാരണം ഈ രാക്ഷസന്മാരുടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം, രാമൻ്റെ പ്രാഭവം അവരെ അറിയിക്കണം എന്നൊക്കെ ഹനുമാന് തോന്നി. അപ്പോൾ ഈ രാക്ഷസന്മാർ ശത്രുക്കളൊക്കെ നേരിടുമ്പോഴുള്ള മാർഗങ്ങൾ സാമദാന ഭേദ ദണ്ഡങ്ങളാണ്. അതിൽ സാമവും ഭേദവും ദാനവും 3 ഉപായങ്ങളും ഈ രാക്ഷസന്മാരോട് പറ്റിയതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ദണ്ഡം തന്നെ പ്രയോഗിക്കാം എന്ന് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വനപ്രദേശങ്ങൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഹനുമാൻ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു വനപ്രദേശം കൂടിയാണ് ഈ അശോകവനം എന്ന് പറയുന്നത്. അനേക മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചെറിയ ചെറിയ പൊയ്കകളുണ്ട് എന്നൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്നൊരു പൂന്തോപ്പ് പോലുള്ളതല്ല അത്. അപ്പം അത് തകർക്കാമെന്ന് വിചാരിച്ചു. തകർക്കുന്നത് ശത്രുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയും ശത്രുവിനെ തൻ്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്താനും കൂടിയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ രാക്ഷസന്മാർ തന്നെ പിടികൂടാൻ വരാതിരിക്കില്ല, അവരെ കാണാം. അങ്ങനെ രാവണൻ്റെ മുമ്പിൽ എത്തിപ്പെടാൻ സാധിക്കും. രാവണനോട് ഈ കാര്യങ്ങളൊക്കെ, രാമൻ്റെ പ്രാഭവവും ഒക്കെ അറിയിക്കണം എന്നൊക്കെയാണ് ഹനുമാൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം ആ വനങ്ങളൊക്കെ തകർത്തു എന്നാണ്. ഇനിയുള്ള 4-5 സർഗങ്ങളിൽ ചെറിയ ചെറിയ സർഗങ്ങളാണ് അധികവും. അതൊക്കെ ഉള്ളത് ഏറ്റവും ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്യത്തിൽ പറയാനേ ഉള്ളൂ. ഹനുമാൻ അവിടെ ഉണ്ടായിരുന്ന ഉദ്യാനമൊക്കെ അടിച്ചു തകർത്തു. ഇപ്പോൾ രാക്ഷസന്മാർ യുദ്ധത്തിൽ നിന്നും അവരൊക്കെ തോൽപ്പിച്ചു. ഒടുവിൽ ഇന്ദ്രജിത്ത് ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. ഇത്രയേ ഉള്ളൂ അവിടെ വിഷയം. പക്ഷെ അത് വളരെ രസകരമായി വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാ ഒരു അദ്ദേഹം എന്താ വിചാരിച്ചത്? സാമരക്ഷസൂണായ കൽപ്പതേന നദാനം അർത്ഥോപചിതേഷു യുജ്യതേന ഭേദ സാധ്യാബലതർപ്പിതാജന പരാക്രമസ്തേഷമേഖരോചതേ. നേരത്തെ പറഞ്ഞല്ലോ, 4 ഉപായങ്ങളുള്ള സാമം ഇവരോട് പറ്റില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഗുണങ്ങളൊന്നുമില്ല. പിന്നെ ദാനം അർത്ഥോപചിതേഷവും, ദാനം കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചിട്ട് തങ്ങളുടെ വശത്താക്കാന്ന് വെച്ചാൽ സമ്പന്നന്മാരും രത്നസമൃദ്ധവും ഒക്കെ ആയിരിക്കുന്ന ഈ ലങ്കയുടെ അധിപന്മാരങ്ങനെ വശത്താക്കാനില്ല. ഇത് ഭേദസാധ്യ, വലിയ ബലമൊക്കെ ഉള്ളത് ഓരോ ഭേദവും അവരോട് വെക്കാൻ കഴിയില്ല. അവിടെ ദണ്ഡം തന്നെ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇഹൈവ താവൽകൃത നിശ്ചയോഹ്യകം ഹൃദയമധ്യ പ്ലവകേശ്വരാലയം പുരാത്മസമ്മർദ്ദവിശേഷത്വൽ ഇതൊക്കെ ത്യാന്മ ഭർത്തൃശാസനം. ഭർത്താവ് യജമാൻ എന്ന റസലാണ്. തൻ്റെ മകനായിരിക്കുന്ന സുഗ്രീവൻ്റെയും രാമൻ്റെയൊക്കെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ
ഇത് തകർക്കാമെന്ന് വിചാരിച്ചു. തതസമാസാദ്യരണേ ദശാനനം സമന്ത്രിവർഗം സബലം സഹായിനം എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ യുദ്ധം ചെയ്യാൻ വന്നാൽ അവരായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയും. അവരുടെ ബലങ്ങളൊക്കെ അളന്നു നോക്കാനും തൻ്റെ ബലവും രാക്ഷസന്മാരുടെ ബലവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഹനുമാനാകട്ടെ മറ്റ് യാതൊരു തരത്തിലുള്ള ഭയമില്ല, മരണഭയമൊന്നും തീരില്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം തകർക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇതം വിധ്വം സഹിഷ്യാമി എന്നാണ്, ഞാൻ ഈ വനത്തെ ധ്വംസിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് തഥോ മാരുതവലക്രുദ്ധോ, കാറ്റിനെ പോലെ കോപിച്ചുകൊണ്ട്, കാറ്റ് ഭീകരമായി അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും തകർക്കല്ല, അതേപോലെ ഒരു വേഗേന മകതാ ധ്രുവാൻ ക്ഷേപ്തുരഥ, തൻ്റെ കാലിൻ്റെ വേഗം കൊണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴുള്ളതായ തുടകളുടെ വേഗം കൊണ്ടുള്ള കാറ്റ് കൊണ്ട് തന്നെ മരങ്ങളൊക്കെ തള്ളിയിട്ട് നോക്കിയാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അവിടെ ഉണ്ടായ മൃഗങ്ങൾ പക്ഷികൾ ആപ്പാടെ പരിഭവിച്ചു. നാനാശകുന്ത വിരുദൈഹി പ്രഭിന്ന സലിലാശയൈ താമ്രൈ സലൈ ക്ലാന്തൈ ക്ലാന്തന്ദ്രുമലതായുധൈ, പക്ഷികളുടെ പലതരത്തിലുള്ള കരച്ചിലുണ്ടായി, ജലാശയങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്നു. ഹനുമാൻ്റെ വിക്രമം കൊണ്ടാണ്. ലതകളും വൃക്ഷങ്ങളൊക്കെ വാടി, കാട്ടുതീപ്പെട്ട കാട്ടിൻ്റെ മട്ടിൽ കഷ്ടമായി പോയി ഈ പ്രമദവനം. സ്ത്രീകൾക്ക് ഉല്ലസിക്കാനുള്ള വനം എന്നൊക്കെയുള്ള അർത്ഥത്തിലും പ്രമദവനം എന്ന് പറയും. അവിടെ അനേക തരത്തിലുള്ള സ്തംഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില കൊത്തുപണികളൊക്കെ, അതൊക്കെ തകർത്തു അദ്ദേഹം. ഇങ്ങനെ വനസ്ഥലി ശോകലതാപ്രധാന ജാതാസ്യ ദശാസ്യ പ്രമദാവനസ്യ കവൈർബലാൽഹി പ്രമദാവനസ്യ, ഈ ഇദ്ദേഹത്തിൻ്റെ പരാക്രമം കൊണ്ട് മഹാവനത്തിൻ്റെ രൂപം ഛിന്ന ഭിന്നമായി പോയി. യഥാർത്ഥത്തിൽ ഈ പ്രമദാവനം കവിയുടെ പ്രമദാവനത്തെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള അർത്ഥമുണ്ടല്ലോ, അതായി തീർന്നു എന്നാണ്. എന്നാൽ ഇങ്ങനെ അതിഗംഭീരമായ രീതിയിൽ മരച്ചിലകളൊക്കെ തകർത്തു, വള്ളികളൊക്കെ വലിച്ച് വായിട്ടു, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ അക്രമത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് രാവണൻ തൻ്റെ കിങ്കരന്മാർ എന്നറിയപ്പെടുന്ന, കിങ്കരന്മാർ അവർക്ക് പൊതുവായൊരു പേരാണ്, അങ്ങനെയുള്ള 80,000 രാക്ഷസന്മാരെ ഈ വാനരനെ നേരിടാൻ വേണ്ടി അയച്ചു എന്നാണ്. അതൊക്കെ കാണാൻ നമുക്ക് അത്ഭുതം തോന്നും. ഒരു കുരങ്ങനാണുള്ളത്, അയാളെ നേരിടാൻ വേണ്ടിയിട്ടാണ് 80,000 ആൾക്കാരെ അയച്ചത്. അപ്പോൾ ഹനുമാൻ്റെ ബലത്തെപ്പറ്റി അവർക്ക് ആശങ്കകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പരാക്രമം കണ്ടപ്പോൾ അവർ തൽക്കാലം പരിഭ്രമിച്ചു പോയിരിക്കണം. അതുകൊണ്ടാണ് 80,000 ആളിനെ അവിടത്തേക്ക് അയച്ചു എന്നാണ് 42 സർഗത്തിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ വാനരനെ കണ്ടിട്ട് രാക്ഷസന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു, കോയം കസ്യ കുതോപായം കിം നിമിത്തം ഇഹാഗത, ഇവൻ ആരാണ്, ആരുള്ളതാണ്, ആരയച്ചിട്ട് വന്നതായിരിക്കണം, എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അസാധ്യവിൽ തഥാ അസാധ്യ സീത സർവാംഗരോഹന, ഇങ്ങനെ പറയുന്ന രാക്ഷസികൾ സ്ത്രീകളും എന്ത് ചെയ്തു, ഈ അതിഗംഭീര രൂപത്തോടു കൂടി വാനരനെ കണ്ടു. അവർ സീതയുടെ അടുത്ത് എന്ന് ചോദിക്കുകയും ചെയ്തു, ഇവൻ ആരാണ്, നേരത്തെ ഇവൻ വന്നിട്ട് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞല്ലോ എന്നൊക്കെ ഈ സീതയോട് ചോദിച്ചു. ഹനുമാൻ സീതയായിട്ട് എന്തൊക്കെയോ സംഭാഷണം നടത്താൻ അവർ കണ്ടതാണല്ലോ. അപ്പോൾ സീത പറഞ്ഞു, രാക്ഷസന്മാരുടെ മായയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, സർപ്പത്തിൻ്റെ കാലുകൾ, പാമ്പിൻ്റെ കാലുകൾ എവിടെയുണ്ടെന്ന് പാമ്പിനെ അറിയുള്ളൂ എന്നാണ്. പാമ്പിങ്ങനെ ഇഴഞ്ഞു പോകാണല്ലോ, അതിൻ്റെ കാലൊന്നും ഒരാൾ കാണില്ല. അതുപോലെ രാക്ഷസന്മാരുടെ മായ ഞാനെങ്ങനെ അറിയാനാണെന്ന്. അവിടെ എനിക്കതറിയാം, എനിക്ക് തന്നെ ഇയാളെ കണ്ട് പേടിയാവുന്നില്ലെന്നാണ് പറഞ്ഞത്. അഹമപ്പി അതിഭീത അസ്മി നൈവജാനാമി കോഹ്യം, ഇവൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് തന്നെ പോലും ഇവരെ കണ്ടിട്ട് ഭയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം ഈ രാക്ഷസ സ്ത്രീകളാണ് ആദ്യമായിട്ട് രാവണനോട് എന്ന് അറിയിക്കുന്നത് ഈ അക്രമങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അറിയിച്ചപ്പോഴാണ് രാവണൻ ആയിരക്കണക്കിന് ആളുകളെ യുദ്ധത്തിന് അയക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, മനപ്രഗീതാന്താം രക്ഷോ ഗണേശ്വര രാക്ഷസീനാം വധശ്രുത്വ രാവണോ രാക്ഷസേശ്വര, ഞങ്ങൾക്ക് ഭയമുണ്ടെന്നൊക്കെ ഈ സ്ത്രീകൾ, രാക്ഷസ സ്ത്രീകൾ, സീതയ്ക്ക് കാവലിരിക്കുന്ന സ്ത്രീകൾ രാവണനെ അറിയിക്കാൻ. അപ്പോൾ രാവണൻ അതിഗംഭീരമായിട്ട് കിങ്കരന്മാരെ അയച്ചു എന്ന് പറയാൻ. ആത്മനസദശാൻ വീരൻ കിങ്കരൻ നാമ രാക്ഷസൻ, കിങ്കരന്മാരെന്ന് പേരുള്ളവരും ആത്മതുല്യരെന്നാണ് വെച്ചാൽ തന്നെ പോലെ, രാവണനെ പോലെ വലിയ യുദ്ധവിശാരദന്മാരെയൊക്കെ ആളുകളാണ്. അങ്ങനെ ആളുകളാണ് അവരെങ്ങനെയുള്ളവരാണ്, യുദ്ധാഭിമനസ സർവേ ഹനുമൻ ഗ്രഹണോന്മുഖ, ആ രാവണനെ പിടിക്കാൻ ഉത്സാഹത്തോടു
ഹനുമാനെ പിടിക്കാൻ ഉത്സാഹത്തോട് കൂടിയിട്ട് പോയി എന്നാണ്. ഇവർ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഹനുമാനാകട്ടെ അതിൻ്റെ വാല് നിലത്തിട്ടടിച്ചിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി. പക്ഷെ പരിഭ്രമൊന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ സന്തോഷത്തോടെ എതിരിടാൻ വേണ്ടിയിട്ട് ശത്രുക്കളെ കണ്ട സന്തോഷത്തോട് കൂടിയിട്ടാണ് വാല് നിലത്തടിച്ചിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി. ലങ്ക മുഴുവൻ കുലുങ്ങിപ്പോയി എന്നൊക്കെയാണ്. തസ്യാസ്ഫോടിത ശബ്ദേന മഹതാജാനുനാദിന പേതൃ വിഹംഗാഗനാദിച്ചേതമഘോഷയിൽ. ഇങ്ങനെ ഈ വലിയ ശബ്ദം കേട്ടിട്ട് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ പോലും നിലംപതിച്ച് നോക്കിയാണ്. അങ്ങനെ കേമായിട്ട് വളരെയധികം അതിശയോക്തിയോടുകൂടെ വർണ്ണനയാണ്. അപ്പോൾ ഈ അസുരന്മാരൊക്കെ രാക്ഷസന്മാരൊക്കെ തന്നെ പിടിക്കാനൊക്കെ വരുന്നുണ്ട് എന്നുള്ളപ്പോൾ ഹനുമാൻ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ജയത്യതിബലോ രാമോ ലക്ഷ്മണശ്ച മഹാബല രാജാജയതി സുഗ്രീവോ രാഘവേണാഭിവാലിത. അപ്പോൾ ഈ രാക്ഷസന്മാർക്ക് തൻ്റെ സ്ഥിതി എന്താണ്, താൻ ആരാന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ആ രാമൻ ജയിക്കട്ടെ, സുഗ്രീവൻ ജയിക്കട്ടെ എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ രാമൻ്റെയും സുഗ്രീവൻ്റെ ഒക്കെ അനുയായിയായിട്ടോ ദൂതനമായിട്ടാണ് ഈ വാനരം വന്നിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് അവൾ അദ്ദേഹം പറഞ്ഞു, ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ ക്ലിഷ്ടകർമ്മണ. ഞാൻ കോസലേന്ദ്രനായിരിക്കുന്ന രാമൻ്റെ ദാസനാണ് എന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് വ്യക്തമായല്ലോ ഹനുമാൻ വന്നിരിക്കുന്നത് രാമൻ്റെ ദൂതനായിട്ടാണ്. തൻ്റെ ശത്രുവായ രാമൻ്റെ ആളാണ് ഹനുമാൻ വ്യക്തമായി രാവണന് ധരിക്കാൻ സാധിച്ചു. അപ്പോഴാണ് ഈ രാക്ഷസന്മാരൊക്കെ പറഞ്ഞയച്ചത്. അത് കുറച്ച് വിസ്തരിച്ചിട്ട് പറയാൻ. അവരവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഇത്രയൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ഹനുമാൻ തൻ്റെ കാലുകളെ കൊണ്ടും കൈകളെ കൊണ്ടും മുഷ്ടികളെ കൊണ്ടും ഇടിച്ചിട്ടുമൊക്കെ അവരെ വധിച്ചു എന്നാണ്. എന്നിട്ട് ആൾ വിചാരിക്കുന്നു, എന്നാൽ രാവണ സഹസ്രമേ യുദ്ധേ പ്രതിഫലം മഹൽ. ഈ രാവണൻ, ആയിരക്കണക്കിന് രാവണന്മാർ പോലും യഥാർത്ഥത്തിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തരല്ല എന്ന് ഹനുമാൻ വിചാരിച്ചു എന്നാണ്. എന്നിട്ട് ആ ഹനുമാൻ അവിടെ കാത്തു നിന്നു. ഈ 80,000 രാക്ഷസന്മാരെയും നമ്മൾ വളരെ വിസ്തരിക്കേണ്ടതില്ല, വലിയ താമസമില്ലാതെ വധിച്ചു. സഹത്വാ രാക്ഷസൻ വീര കിങ്കരന്മാരു താൽവര. വായുപുത്രനായ ഹനുമാൻ ഈ കിങ്കരന്മാരൊക്കെ വധിച്ചു. അത് കേട്ടു രാവണൻ. സ രാക്ഷസാനാം നിഹതം മഹാബലം നിശമ്യ രാജാ പരിവൃത്തലോചന. താനയച്ച മഹാകേമന്മാരായിരിക്കുന്ന ഈ രാക്ഷസന്മാരെ മുഴുവൻ ഹനുമാൻ വധിച്ചു എന്ന് കേട്ടിട്ട് അദ്ദേഹം കണ്ണുകളൊക്കെ അവിടെ ഉരുട്ടി പിടിച്ചു, പരിഭ്രമിച്ചു. എന്നിട്ട് പ്രഹസ്തൻ്റെ മകനെ യുദ്ധത്തിനയച്ചു. ഇങ്ങനെ ഒരാൾ യുദ്ധത്തിന് സമ്പ്രദായം എങ്ങനെയാണ്, ഒരാളയച്ചു, ആൾ ജയിച്ചില്ലാന്നുള്ളപ്പോൾ അടുത്ത ആളായിട്ട് ആ പ്രഹസ്തപുത്രനെ അയച്ചു. അപ്രതിമ പ്രതിഭാശാലിയാന്നൊക്കെ പറയുന്നില്ല, അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹമായിട്ട് എന്ത് ചെയ്തു? തദസ്സകിങ്കരൻ ഹത്വാ ഹനുമാൻ ധ്യാനമസ്തിത. ഹനുമാനായിട്ട് ആ സമയത്ത് കിങ്കരന്മാരൊക്കെ വന്ന ശേഷം വലിയ മേടകളിൽ കയറിയിരിക്കുകയായിരുന്നു. വലിയ വലിയ മണിമാളികളും മേടകളൊക്കെ ഉണ്ട് അവിടെ. ആ മേടേൻ്റെ മേലെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രതിസൂര്യബോധിത, മറ്റൊരു സൂര്യ ഉദിച്ചതുപോലെ തേജസ്സോടുകൂടി ഇരിക്കുകയെന്നാണ്. ആ സമയത്താണ് ഈ പ്രഹസ്തപുത്രം വന്നു. അപ്പോഴും അദ്ദേഹം ഈ ഹനുമാൻ വിളിച്ചു പറയുന്നില്ലായിരുന്നു, ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ അക്ലിഷ്ടകർമ്മണ. ഞാൻ അക്ലിഷ്ടകർമ്മമായ രാമൻ്റെ ദാസനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞു. കാരണം നേരത്തെ കേട്ടിട്ടില്ലാത്തവരും പുതുതായിട്ട് വരുമ്പോൾ അവരും അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള മട്ടിലാണ് ഈ വാക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വലിയ സൈന്യത്തോട് കൂടിയിട്ട് വിപുലോ മഹാൻ എന്നൊക്കെയാണ് അവർ വന്നു. ആ രാക്ഷസന്മാരെ, പ്രഹസ്തപുത്രൻ്റെ കൂടെ വന്ന രാക്ഷസന്മാരെയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അദ്ദേഹം കൊല്ലുകയാണ് ചെയ്തത്. ദഹ്യമാനന്ദതോ അധിഷ്ഠ പ്രാസാദം ഹരിയോധവ. ഈ പ്രാസാദങ്ങളിൽ കയറിയിരിക്കുന്ന ഹനുമാൻ ആ രാക്ഷസന്മാർ കണ്ടു. അവർ ധാരാളം അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. പക്ഷേ ഹനുമാൻ ആ സ്തംഭത്തിൽ കയറി നിന്നിട്ട് ഇന്ദ്രൻ വജ്രം കൊണ്ട് അസുരന്മാരെ എന്ന പോലെ അവരെ ഹനിച്ചു കളഞ്ഞു. അന്തരീക്ഷത്തിലൊക്കെ ചാടിക്കളിച്ചു. അന്തരീക്ഷസ്ഥിത ശ്രീമാനിതം വദനം ബ്രവീൽ മാതശാനാം സഹസ്രാണി വിശിഷ്ടാനി മഹാത്മനാം ബലിനാം വാനരേന്ദ്രാണാം സുഗ്രീവവശവർത്തിനാം. ആകാശത്ത് നിന്നുകൊണ്ട് ഹനുമാൻ ഈ രാക്ഷസന്മാർ കേൾക്കാന്നൊക്കെ പറഞ്ഞു, എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് രാക്ഷസന്മാരിൽ ഞങ്ങളൊക്കെ സുഗ്രീവൻ്റെ വശവർത്തികളാണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ആഗമിഷ്യതി സുഗ്രീവ സർവേഷാം വോ നിഷൂദന.
എന്നിട്ട് അവരോട് ഒരു ഭീഷണിപ്പെടുത്തുന്ന പോലെ പറഞ്ഞു, ഇതാ സുഗ്രീവൻ മുതലായവരൊക്കെ ഇനി ഇവിടെ എത്തിച്ചേരാതിരിക്കില്ല, അവർ നിങ്ങളെ വധിക്കുന്ന ചെയ്യുമെന്ന് രാക്ഷസന്മാരോട് പറഞ്ഞു. ആ സമയത്താണ് പ്രഹസ്തൻ്റെ മകനായ, നേരത്തെ പ്രഹസ്തൻ്റെ മകനെ അയച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ അദ്ദേഹം ഈ ഹനുമാൻ്റെ മുമ്പിലെത്തി. ജംബുമാലി എന്നാണ് ആളുടെ പേര്. ജംബുമാലി മഹാദംഷ്ടോ നിർജഗാമ. അമ്പുവില്ലൊക്കെ എടുത്തിട്ട് അയാൾ പുറപ്പെട്ടു. രഥേന ഖരയുക്തേന, കഴുതകളെ പൂട്ടിയ തേരിലാണ് വന്നത്. അതൊക്കെ ഒരാളുടെ സ്വഭാവവിശേഷത്തെ യോഗ്യതയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യുദ്ധസന്ദർഭങ്ങളിലൊക്കെ ഇത്ര കുതിരകളെ പൂട്ടിയ തേര്, കഴുതകളെ പൂട്ടിയ തേര്. ഇനി ഇന്ദ്രജിത്ത് വരുന്നത് പുലികളെ പൂട്ടിയ തേരിലാണ്. ഇങ്ങനെയൊക്കെയുള്ള രസങ്ങളൊക്കെ അവിടെ കാണാം. അങ്ങനെ അദ്ദേഹം വന്നു. അത് സാധിക്കുമ്പോഴൊക്കെ ഇവരൊക്കെ സ്വതേ ഒറ്റയ്ക്ക് നോക്കിയാൽ മഹാകേമന്മാരായ യുദ്ധവിശാരദന്മാരാണ്. പക്ഷേ ഹനുമാൻ്റെ അപ്രതിമമായ ബലത്തിൻ്റെ മുമ്പിലും അദ്ദേഹത്തിൻ്റെ ചലനവേഗം കൊണ്ടുമാണ് അവർക്ക് ജയിക്കാൻ സാധിക്കാതെ പോയത്. അപ്പോൾ ഈ ഹനുമാനെ കണ്ടപ്പോൾ ചുകോപ ബാണാഭിഗതോ രാക്ഷസസ്യ മഹാകവി തം പാർശ്വേ അതിവിപുലാന്തദർശ മഹതീം ശിലാം. തന്നെ നേരിടാനായിട്ട് ജംബുമാലി വന്നു കണ്ടപ്പോൾ ഹനുമാൻ അവിടെ അടുത്ത് വലിയൊരു ശില ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇയാൾ എറിഞ്ഞപ്പോൾ അദ്ദേഹം, അവരൊക്കെ വിദഗ്ധന്മാരാണ്, അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഈ ശിലാഖണ്ഡത്തെ മുഴുവൻ നുറുക്കിക്കളഞ്ഞു. പക്ഷെ അതിനുശേഷം വീണ്ടും യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്യുമ്പോൾ ഓരോരോ ആയുധങ്ങൾ, ഹനുമാന് പ്രത്യേകിച്ച് നിർമ്മിതങ്ങളായ ആയുധങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന കല്ലും മരവും വൃക്ഷങ്ങളൊക്കെ പൊടിച്ചെറിയുകയൊക്കെ ചെയ്താൽ സമുൽപ്പാട്യ ചിക്ഷേവ. പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം അതെറിഞ്ഞു. അതിനുശേഷം സാലം ചതുർഭി, ഒരു വലിയ സാലമരം, പൈൻമരം പിടിച്ചിട്ട് അടിച്ചു. അതിനെയും ഈ ജംബുമാലി തകർത്ത് കളഞ്ഞു. അപ്പോൾ പരിഹം തന്നെ എടുത്തെറിഞ്ഞു. രാഷ്ട്രന്മാർ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ താൻ പിടിച്ചെടുത്തിട്ട് അതുകൊണ്ട് തന്നെ എറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. പപാത നിഹതോ ഭൂമവും. അതോടുകൂടി ജംബുമാലിയുടെ കഥ കഴിഞ്ഞു. അപ്പോൾ പ്രഹസ്തപുത്രനും കൊല്ലപ്പെട്ടു, 80,000-ഓളം കിങ്കരന്മാരും കൊല്ലപ്പെട്ടു. ഇതൊക്കെ രാവണന് വലിയ പരിഭ്രമം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് മന്ത്രിപുത്രന്മാരെ അയച്ചു എന്നാണ്. നിർജയുസ്തസ്മാൽ സപ്തവസ്ത, അഗ്നികളെ പോലെ, ജ്വലിക്കുന്ന അഗ്നികളെ പോലെയുള്ള 7 ആളുകൾ ഹനുമാൻ നേരിടാൻ പോയി. അവരുടെയൊക്കെ പേരുകളൊക്കെ ഓരോ സമയത്ത് പറയുന്നുണ്ട്, ഒരുമിച്ചല്ല പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവർ ചെന്നിട്ട് ശരവേഗങ്ങളുണ്ട്, മഴ പെയ്യ്ക്കുന്ന പോലെ ശരം ഇദ്ദേഹത്തിൻ്റെ നേരെ അയച്ചു. അതിനൊക്കെ അദ്ദേഹം നിസ്സാരമായി ഹനുമാൻ നേരിട്ടു. എന്ന് മാത്രമല്ല അതിഘോരമായ ഗർജനം കൊണ്ട് തന്നെ ആ സൈന്യങ്ങളൊക്കെ പരിഭ്രമിപ്പിച്ചു. ചില മുഷ്ടി കൊണ്ട് ഇടിച്ചു, ചില നഖം കൊണ്ട് മാന്തി, ചില കൈത്തലങ്ങൾ കൊണ്ട് അടിച്ചു. ഇങ്ങനെയൊക്കെയാണ് അവരൊക്കെ നേരിട്ടതാണ്. വിനേതൃസ്വസ്വരന്നാകാ നിവേതൃഭുവാജിന. അങ്ങനെ ഈ ഹനുമാൻ്റെ പരാക്രമത്തിലേക്ക് ആനകളൊക്കെ വികൃതമായി ചിഹ്നം പിടിച്ചു, കുതിരകൾ നിലംപതിച്ചു, ഇങ്ങനെ പലതുണ്ടായി. ചുരുക്കത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിപുത്രന്മാരും അതിലായി തീർന്നു. ചെറിയ ചെറിയ സർഗ്ഗങ്ങളിൽ ഇങ്ങനെ പറയാൻ. ഈ ഹനുമാനാകട്ടെ ഈ മട്ടുപ്പാവിലും പ്രവേശനദ്വാരങ്ങളുടെ മേലെയൊക്കെ ഇരിക്കുകയും ചെയ്തു. അപ്പോഴാണ് മറ്റുള്ളവർ ചെന്ന് വിരൂപാക്ഷൻ മുതലായിരിക്കുന്ന ആളുകൾ അവരെന്തൊക്കെ ചെയ്തു എന്ന് പ്രത്യേകിച്ച് പിന്നത്തെ ഖണ്ഡത്തിൽ പറയാൻ വലിയ പ്രയത്നമൊക്കെ ചെയ്യാതെ തന്നെ ഈ കവി വാനരോത്തമനായ ഹനുമാൻ അവരൊക്കെ വധിച്ചു കഴിഞ്ഞു. തതസ്സമധിത അഷ്ടാശ്വന്നഥം ഭഗ്നാക്ഷകൂപരം വിഹായ നിപതദ്ഭൂമവൂ ദുർധരസ്ത്യക്ത ജീവിത. അപ്പോൾ അവരോരോ ആളായിട്ട് വീണതായിട്ട് പ്രത്യേകം പറയാൻ. അവരുടെയൊക്കെ പേരുകൾ ഇപ്പം വീണിരിക്കുന്ന ദുർധരൻ എന്ന രാക്ഷസൻ വീണു. ഇങ്ങനെ അവർ യഥാർത്ഥത്തിൽ പിന്നെ 2 പേര് അദ്ദേഹത്തെ നേരിടാൻ വന്നത്, വിരൂപാക്ഷൻ യൂപാക്ഷൻ എന്ന് പറയുന്ന 2 പേര് വന്നു. അവരെയും ഹനുമാൻ വധിച്ചു. അപ്പോൾ ഭാസകർണൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ മുമ്പോട്ട് വന്നു. ഭാസകർണശ്ച സംക്രുദ്ധ, അയാളുടെ ശൂലം കൊണ്ടാണ് അദ്ദേഹം ഈ വാനരനെ നേരിടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ആകട്ടെ പട്ടി ഒരു വലിയ സാരമരം പറിച്ചെടുത്തിട്ട് അയാളെ വധിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഹനുമാൻ്റെ വീര്യം കാണിക്കുന്നില്ലാതെ ഓരോ ആളും ശ്രേഷ്ഠമായ വീര്യത്തോട് കൂടിയിട്ടും ഇപ്പോൾ ശത്രുവിനെ നിഹനിക്കുന്ന നോട്ടിലാണ് രാക്ഷസന്മാരൊക്കെ വന്നത്. പക്ഷെ ഒക്കെ വധിച്ചു കഴിഞ്ഞു നടത്തും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സക്ക പിറന്ന ആശയാമാസ സഹസ്രാക്ഷൈവാസുരൻ. ഇന്ദ്രൻ അസുരന്മാരെ എന്ന പോലെ ഈ ഹനുമാൻ ഒറ്റയ്ക്ക് തന്നെ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു.
അത് വളരെ വിസ്തരിച്ച് നമ്മൾ യുദ്ധം വർണ്ണിക്കേണ്ട വിഷയമില്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ രാവണൻ അതാ സമയത്ത് അറിയുന്നുണ്ട്. ആപ്പാടെ ക്രോധാവേശം ഉണ്ടായി. എന്ന് മാത്രം കുറച്ചൊരു പരാജയബോധവും അഭിമാനക്ഷതമൊക്കെ ഉണ്ടായി. കാരണം ഓരോരു വാനരം വന്നിട്ട് ദുർജയമായിരിക്കുന്ന ലങ്കയിൽ ഇത്രയൊക്കെ കുഴപ്പമുണ്ടാക്കി, തൻ്റെ 80,000 ഭടന്മാരെ കൊന്നു, അത് പോരാഞ്ഞിട്ട് മന്ത്രിപുത്രന്മാരെ കൊന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടിയിരിക്കുമ്പോഴാണ് ഈ രാവണൻ്റെ ഇളയപുത്രനായ അക്ഷകുമാരൻ യുദ്ധസന്നദ്ധനായിരുന്നു. അവർക്കൊക്കെ യുദ്ധം എന്ന് പറയുന്നത് ഒരു ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. കാരണം വീരന്മാരാണ്, അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അവരുടെ പൗരുഷം പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമാണ്. അപ്പോൾ അവർ ഭയക്കൊന്നുമില്ല. അപ്പോൾ അക്ഷകുമാരൻ യുദ്ധത്തിനായിട്ട് വളരെ സുന്ദരനായിരുന്നു. യൗവനത്തിൽ കടക്കുന്നേ ഉള്ളൂ. ആ കുമാരമക്ഷം പ്രസമേക്ഷതാക്ഷം തതോ മഹാൻ ബാലദിവാകരപ്രഭം. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തേജസ്സുള്ള ആളായിരുന്നു. അയാൾ തുടർച്ചയായി ചെയ്ത തപസ്സുകൊണ്ട് ആർജിതവും തങ്കം കൊണ്ടുണ്ടാക്കിയതൊക്കെ ആയ ഗംഭീരമായ 8 കുതിരകളെ പൂട്ടിയ തേരിലാണ് ഈ അക്ഷകുമാര യുദ്ധം ചെയ്യുന്നത്. കവി വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. വിരാജമാനം പ്രതിപൂർണ വസ്തുന സഹേമദംന ശശി സൂര്യവർച്ചസ സനർജഗാമ അമരതുല്യ വിക്രമ. ദേവന്മാർക്ക് തുല്യമായ വിക്രമത്തോടു കൂടിയവനെന്നൊക്കെയാണ്. ഇവർക്ക് ആളൊക്കെ വളരെ കേമന്മാരാണ്. പക്ഷേ ഹനുമാനോട് ഇവരുടെ പ്രയോഗങ്ങളൊന്നും ഫലിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ അക്ഷകുമാര യുദ്ധത്തിൽ നിന്നും അക്ഷകുമാരെ കണ്ടപ്പോൾ ഹനുമാൻ വലിയ സന്തോഷമായി. കാരണം അയാളുടെ തേജസ്സും കുട്ടിപ്രായം വിടുന്നേ ഉള്ളൂ, കൗമാരം കിടക്കുന്നേ ഉള്ളൂ. അയാളെ കണ്ടപ്പോൾ ഹനുമാൻ സന്തോഷം തന്നെ തോന്നി. ഇയാളെ വധിക്കണം എന്നുള്ള വിചാരം തന്നെ ഇല്ലാതായിതാണ്. കാരണം അത്രയധികം വാത്സല്യം തോന്നിക്കുന്ന ആളായിരുന്നു അക്ഷകുമാരൻ. പക്ഷേ അഗ്നി, ആളിപ്പടരുന്ന അഗ്നിയെ നേരിടാതിരിക്കാൻ വയ്യല്ലോ, അതിന് തല്ലിക്കെടുത്തേ പറ്റുള്ളൂ. അതേപോലെ തനിക്ക് എതിരായിട്ട് ചെയ്യുന്ന ഈ കുമാരനെ നിവൃത്തിയില്ല, കൊല്ലാതെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ കൊന്നു എന്നാണ് നമ്മൾ പറയുന്നത്. തതസ്ത ബാണാസന ചക്രകർമുക ശരപ്രവർഷോ ഇതി രാക്ഷസംഭുതാം. ഈ മേഘങ്ങൾ വെള്ളം വർഷിക്കുന്ന പോലെ, മഴ പെയ്യിക്കുന്ന പോലെ ഈ അക്ഷകുമാരൻ അമ്പുകൾ ചെയ്തു. കണ്ടപ്പോൾ അയാളുടെ യുദ്ധവീര്യത്തിലും അയാളുടെ യുവനത്തിലുമൊക്കെ വളരെയധികം സന്തോഷം തോന്നി അദ്ദേഹം എന്നാണ്. അപേക്ഷതാക്ഷം ബഹുമാനചക്ഷുഷാരകാമചിന്തം സതമാരു ആത്മജ. വായുപുത്രനായ ഹനുമാൻ ഇയാളുടെ ബലവേഗങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഇയാളെങ്ങനെ കൊല്ലും എന്ന് വിചാരിച്ചു എന്നാണ്. പക്ഷേ അഗ്നി, ആളിപ്പടരുന്ന അഗ്നിയെ എതിരിടാതിരിക്കാൻ വയ്യ. അതേപോലെ അവസാനം വലിയ പരിഹം ഒക്കെ എടുത്തിട്ട് അയാളെടുത്തു. തലപ്രഹാരേ ഭവൻ ആത്മജ കവി. അത് വലിയ ആകാശത്തിൽ വെച്ചിട്ട് തന്നെ അയാൾ അയച്ച അസ്ത്രങ്ങളെ മുഴുവൻ തടയുകയും ചെയ്തു. എന്നിട്ട് കൈത്തലങ്ങൾ കൊണ്ട് മാരുതി അയാളെ പ്രഹരിച്ചു വെച്ച് അയാളുടെ കുതിരകളൊക്കെ അതായത് ഇവരുടെ തേരുകളൊന്നും ഭൂമിയിൽ മാത്രമല്ല നിൽക്കുന്നത്, ആകാശം ഉയരുകയും ചെയ്യും. ആകാശമാർഗത്തിൽ നിന്ന് ഹനുമാൻ അദ്ദേഹത്തിൻ്റെ കുതിരകളൊക്കെ കൊന്നു. കുതിരകളെ ചത്ത് വീണ് കഴിഞ്ഞപ്പോൾ അക്ഷകുമാരൻ വിഷമത്തിലായി. അതിനുശേഷം മാരുതി തൻ്റെ ഓരോ കാലും കൂട്ടി, 2 കൈ കൊണ്ട് 2 കാലും കൂട്ടി പിടിച്ചിട്ട് 1000 വട്ടം ആകാശത്തിൽ ചുഴറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചുഴറ്റി എറിഞ്ഞു. അതോടുകൂടിയിട്ട് അക്ഷകുമാരൻ്റെ കഥയും കഴിഞ്ഞു. സഭഗ്നവാഹൂരു കടിപ്പയോധരക്ഷരൻ അസଂ നിർമ്മതിതാസ്ഥിരോചന. ഇതിലെന്താ മഹാകവിർ ഭൂമിതലേ നിവിഡ്യതം ചകാര രക്ഷോധിപതേർമഹന്ധയം. അതോട് ഹതേ കുമാരേ ചുഴറ്റിയെറിയുക ഇത് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. എറിഞ്ഞതോട് കൂടിയിട്ട് ആ അക്ഷകുമാരൻ്റെ ജീവനും പോയി. അതിനുശേഷമാണ് ഈ രാവണൻ ചിന്താകുലനായ അദ്ദേഹത്തിന് തന്നെ ഓമനപുത്രനായ അക്ഷകുമാരൻ കൊല്ലപ്പെട്ട ദുഃഖവും നിരാശയും ക്രോധമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇന്ദ്രജിത്ത് എന്ന് പ്രസിദ്ധനായ രാവണപുത്രൻ മുമ്പോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ മേഘനാഥൻ എന്നാണ്. പക്ഷേ ഇന്ദ്രനെ പണ്ട് യുദ്ധത്തിൽ ജയിച്ചതോടുകൂടി ഇന്ദ്രജിത്ത് എന്നുള്ള പേരിലാണ് പ്രശസ്തനായത്. വല്ലാത്ത അസ്ത്രവിടുവാണ്. ഇന്ന് നമ്മൾ കാണും, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ വാനരസേനയെ വിഷമിപ്പിച്ചിട്ടുള്ള ആൾ ഈ ഇന്ദ്രജിത്താണ്. ആ ഇന്ദ്രജിത്ത് വന്നു. ഇന്ദ്രജിത്തിനോട് രാവണൻ കാര്യമൊക്കെ പറഞ്ഞു. ഇന്ദ്രജിത്ത് ഞാൻ അയാളെ വധിക്കില്ല, വലിയ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ രാക്ഷസന്മാർക്ക് കുറേ നാശം വരുന്നത് കണ്ടിട്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് അയാളെ ബന്ധിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹനുമാൻ്റെ അടുത്തേക്ക് ചെന്നു, ധാരാളം അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അതിനുശേഷം അതികേമമായിരിക്കുന്ന പ്രത്യസ്ത്രം പ്രയോഗിക്കാൻ സാധിക്കാത്തതായ ബ്രഹ്മാസ്ത്രം തന്നെ ഹനുമാൻ എന്നൊക്കെ പ്രയോഗിച്ചു. ഇത് ബ്രഹ്മാസ്ത്രമാണെന്ന് കണ്ടിട്ട് ഹനുമാൻ അതിനെ വണങ്ങിയെന്നാണ്.
കാരണം ബ്രഹ്മാസ്ത്രം സാക്ഷാൽ ലോകപിതാമഹനായ ബ്രഹ്മാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. മന്ത്രം ജപിച്ചയക്കുക ചെയ്യുക. പിന്നെ മന്ത്രം ജപിച്ചയച്ച ആ അസ്ത്രം തൻ്റെ നേർക്ക് വന്നപ്പോൾ ഹനുമാൻ അതിനെ വണങ്ങിക്കൊണ്ട് അതിനെ ഒരു പരാജയപ്പെട്ടു എന്നടിച്ചിട്ട് താൻ ബന്ധനസ്ഥനായിട്ടായി വിചാരിച്ചു. അതിനെ അസ്ത്രം കൊണ്ട് ബന്ധിച്ചു. അസ്ത്രം കൊണ്ട് ബന്ധിക്കാത്ത അത് നമ്മൾ കാറുകൊണ്ട് കിട്ടുന്ന പോലെ ചെയ്യല്ല, അതിൻ്റെ മന്ത്രശക്തി കൊണ്ട് ഇദ്ദേഹത്തെ അനങ്ങാൻ വയ്യാതാക്കി തീർത്തു. ഹനുമാനെ അംഗീകരിച്ചു. ഇദ്ദേഹത്തിന് മരണഭയമൊന്നും ഉണ്ടായിരുന്നില്ല. താനിക്ക് ഇതുകൊണ്ടൊന്നും ആത്യന്തികമായ നാശം ഉണ്ടാവില്ല എന്ന് ഹനുമാൻ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ വേവിലാതിയൊന്നുമില്ല. പക്ഷെ ഏതായാലും ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് അദ്ദേഹം കീഴടങ്ങി. ഇങ്ങനെ ബ്രഹ്മാസ്ത്രത്തിനാൽ ബന്ധിതനായപ്പോൾ എല്ലാ രാക്ഷസന്മാർക്കൊന്നും ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവരെന്ത് ചെയ്തു, ഇയാൾ നിശ്ചേഷ്ടനായി എന്ന് കണ്ടിട്ട് വലിയ വടങ്ങൾ കൊണ്ടുവന്നിട്ട്, വടത്തെ വലിയ കയറുകൾ കൊണ്ടുവന്നിട്ട് ഈ ഹനുമാനെ ബന്ധിച്ചു. അപ്പോൾ ഈ വടം കൊണ്ട് ബന്ധിച്ചപ്പോൾ ഇയാളുടെ ബ്രഹ്മാസ്ത്ര ബന്ധനം ഇല്ലാതായി. വേറൊരു ബന്ധനം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ബന്ധനം ഇല്ലാതാവുന്നതാണ് ശാസ്ത്രങ്ങളുടെ പ്രമാണം. അപ്പോൾ ഇന്ദ്രജിത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മാസ്ത്ര ബന്ധനം ഇല്ലാതായി, ഹനുമാൻ മോചിതനായി എന്ന് പറഞ്ഞു. പക്ഷേ ഹനുമാൻ താൻ മോചിതനായി എന്ന് താൻ അറിഞ്ഞു എന്ന് ഭാവിക്കാതെ ബന്ധനസ്ഥനെ പോലെ നിന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നെ ഈ രാക്ഷസന്മാർ എടുത്ത് വെട്ടി രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കും, അപ്പോൾ രാവണനോട് ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന ലക്ഷ്യത്തോടു കൂടി ഹനുമാൻ അനങ്ങാതെ നിന്നു. അപ്പോൾ ഈ രാക്ഷസന്മാരൊക്കെ കൂടിയിട്ട് ഹനുമാൻ എടുത്തു നോക്കി രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അമിതപ്രതാപവാനായ രാവണൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഹനുമാൻ കണ്ടു. അനേക രാക്ഷസന്മാരുടെ ജീവന് ഹാനി വരുത്തിയ ഹനുമാനെ രാവണനും കണ്ടു. അവരങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ രാവണൻ്റെ സമീപത്തെത്തിയപ്പോൾ രാവണൻ തൻ്റെ മന്ത്രിമാരും സദസ്യരൊക്കെയായ രാക്ഷസന്മാരോട് ഈ വാനരനെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇയാൾ എവിടുന്ന് വരികയാണ്, ഇയാളുടെ ഉദ്ദേശം എന്താണ്, ഇയാൾ ആരുടെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ. ഇനി അടുത്ത സർഗത്തിൽ നമ്മൾ കാണുക രാവണനും ഈ ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ പ്രഹസ്തനാണ് രാവണന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതിന് ഹനുമാൻ പറയുന്ന മറുപടിയും ഹനുമാൻ്റെ ആ ധീരതയും ഒന്നിലും കുലുങ്ങാത്ത ആ മനോഭാവമൊക്കെ അവിടെ കാണാം. അതിനുശേഷം ഈ ഹനുമാനെ വധിക്കാൻ രാക്ഷസന്മാർ ശ്രമിക്കുന്നതും വിഭീഷണമൊന്ന് തടയുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അടുത്തടുത്ത സർഗങ്ങളിൽ 48 മാർക്കുള്ള സർഗങ്ങളിൽ ആണ്. അതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. അതോടുകൂടിയാണ് ഈ ലങ്കാദഹനം മുതലായതൊക്കെ നടക്കുന്നത്. ഇനി 20 സർഗങ്ങൾ കഴിഞ്ഞാൽ സുന്ദരകാന്ഡം സമാപിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ലങ്കാദഹനം മുതലായ ഭാഗങ്ങൾ. അത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.